ഹായ് ഓൾ, വെൽക്കം ടു വൺ ഷോട്ട് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്ന സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം ഇതിന്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് GA MAT 301 എന്നാണ്. അതേപോലെ ക്യാരി ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ ഇതിലെ നമുക്കറിയാം എല്ലാ സബ്ജക്റ്റും പോലെ തന്നെ നമുക്ക് 4 മോഡ്യൂൾസ് ഇവിടെയും ഉണ്ട്. സോ ഈ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, അതേപോലെ തന്നെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻസ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഡിസ്ക്രീറ്റ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന ഡിസ്ക്രീറ്റ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നതിൽ നമുക്ക് ഏതെല്ലാം ടോപ്പിക്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതൊരു എക്സ്പെരിമെന്റിനെയും നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യാണ്, നമുക്കത് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം, ഏത് വേണമെങ്കിലും കിട്ടാം. സോ അതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അതേപോലെ തന്നെ ഒരു ഡൈസ് ടോസ് ചെയ്യുന്നു. ആ ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് ഡൈസിന് 6 ഫേസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിലേതെങ്കിലും ഒരു ഫേസ് ആണ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ട് ആൾറെഡി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഔട്ട്കംസ്, അത് ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്ന ഒരു സ്പെസിഫൈ, ഇപ്പൊ എന്താ പറയുക, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. കാര്യം എന്താണ്? ഓവറാൾ എത്ര പോസിബിലിറ്റിയാണ് മാക്സിമം ഉള്ളത്? 2 എണ്ണമാണുള്ളത്. അതിൽ ഒരെണ്ണമാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ എന്ത് പറയുന്നത്, 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ അതും 1/2 തന്നെയാണ്. ഇപ്പൊ ഹെഡ് ആണെങ്കിലും 1/2 ആണ്, ടെയിൽ ആണെങ്കിലും 1/2 ആണ്. സെയിം രീതി തന്നെയാണ് നമ്മളുടെ ഒരു ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് ആ ഡൈസിന്റെ ഏതെങ്കിലും ഒരു ഫേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണ്. അതെന്തുകൊണ്ടാണ് 1/6 വന്നത്? 6 ഫേസ് ഉണ്ട്. 6 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം, ആദ്യം 0th ടൈം ചെയ്യുന്നു, പിന്നെ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, അങ്ങനെ ഓരോ സ്പെസിഫൈഡ് ഡ്യൂറേഷൻ അനുസരിച്ച് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെന്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. വേറെ കുറെ വേരിയബിൾസ് ഉണ്ട്. അതിലൊന്നാണ് മീൻ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? E(x) അഥവാ മീൻ എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അത് ഓരോന്ന് കണ്ടുപിടിക്കാൻ ഓരോ ഫോർമുലാസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഫോർമുലാസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം E(x) കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതായത് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു f(x) എന്നാണ്. സിഗ്മ എക്സ് ഇൻറ്റു f(x) എന്നാണ്. അതേപോലെ തന്നെ E(x²) എനിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിന് പറയുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയും. അതായത് സിഗ്മ x² ഇൻറ്റു f(x) എന്ന് വരും. മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു f(x), E(x²) അഥവാ സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയുന്നത് സിഗ്മ x² f(x). അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യം അറിയാമെങ്കിൽ നമുക്ക് വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേരിയൻസിന്റെ പേരാണ് σ². സോ ഈ σ² റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും ഫോം ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത തന്നെയാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന കുറെ ഫോർമുലാസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ കുറച്ച് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റും വളരെ വളരെ സിമ്പിളുമാണ്. ഓക്കെ അല്ലേ? സോ E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത്. ആ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്, അതിന്റെ പേരാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. സോ ആ ടേംസിനെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ പറ്റി. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെല്ലാം ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ കൺസെപ്റ്റ് ആണ് സിഗ്മ f(x) ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. സിഗ്മ f(x) ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. അതായത് ഓവറാൾ പ്രോബബിലിറ്റീസ്, f(x) എന്ന് പറയുന്ന ആ പ്രോബബിലിറ്റി എക്സ്പ്രഷൻ ആണ്. ആ പ്രോബബിലിറ്റി എക്സ്പ്രഷൻസിന്റെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി വാല്യൂ ആണ്. ആ പ്രോബബിലിറ്റി വാല്യൂവിന്റെ എല്ലാത്തിന്റെയും സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എത്രയായിരിക്കും വരിക,
1 ആയിരിക്കും വരിക. എല്ലായ്പ്പോഴും അതിന്റെ പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ അല്ലേ? ഓവറോൾ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 ആണ്. നൗ പിന്നെ പറയുന്ന കാര്യം എന്താണ്? പിന്നെ നമ്മൾ പഠിച്ച കാര്യം ഇത്രയും ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ കൺസെപ്റ്റിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് തന്നെ പല ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ബേസിക്കലി നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ മേജറായിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എല്ലായ്പ്പോഴും ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഒരു സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എന്താണ് എൻ മീൻസ് എത്ര തവണ ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നാണ് അതിന് പറയുന്ന പേര്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി. അതുപോലെ ക്യൂ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാകും, ഫെയിൽ ആകാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാകും. എന്താണ് സക്സസ്, എന്താണ് ഫെയിൽ? നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടെയിൽ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ എയിം ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് ടെയിലാണ്. അപ്പൊ അതാണ് എൻ്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അതെത്രയാണ്? 1/2. അപ്പൊ ഹെഡ് ആണ് കിട്ടിയതെങ്കിലോ അതും 1/2 അല്ലേ? അല്ലേ? അപ്പോ ടെയിൽ കിട്ടിയാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ്? ടെയിലാണ് എക്സ്പെക്ട് ചെയ്തത്. മറിച്ച് ഹെഡ് ആണ് കിട്ടുന്നതെങ്കിലോ അതിനെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ എത്രയാണ്? അതും 1/2. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എത്രയാണ്? അതും 1/2. സോ രണ്ടിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് പി പ്ലസ് ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 1. അതെല്ലാം ഇപ്പോഴും 1 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഒന്നുകിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എയിം ചെയ്യുന്ന ആൻസർ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയേ വരികയുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെയും സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, അതാണ് പി ഓഫ് എക്സ്. അപ്പോൾ അതാണ് ബൈനോമിയൽ സീരീസിന്റെ എക്സ്പ്രഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പിയുടെയും ക്യൂവിന്റെ വാല്യൂവിന്റെ റേഞ്ച് ആണ്. വാല്യൂവിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർ എക്സാമ്പിൾ പി എന്ന് പറയുന്നത് 0.1, 0.2 ആ രീതിയിലുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ് വാല്യൂസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. 0.6, 0.3, 0.5 അങ്ങനെയൊക്കെയുള്ള വാല്യൂസ്. ഓക്കെ അല്ലേ? ആ രീതിയിലായിരിക്കും നമുക്ക് ഇവിടുത്തെ പിയുടെ വാല്യൂ വരുന്നത്. അതിനനുസരിച്ച് ക്യൂവിന്റെ വാല്യൂ, അതായത് ഇത്രയും വാല്യൂസ് ആയിരിക്കും നമുക്ക് പൊതുവെ നമുക്ക് എവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്? ബൈനോമിയൽ സീരീസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ വാല്യൂ അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് n × p ആണ്. അതുപോലെ ഇതിന്റെ വേരിയൻസ് മീൻ എന്ന് പറയുന്നത് NP ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ഇപ്പൊ മീൻ എത്രയാണ്? NP. വേരിയൻസ് എത്രയാണ്? NPQ. ഇത് ജസ്റ്റ് ഫോർമുലയാണ്, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബൈനോമിയൽ സീരീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. പിന്നെ പറഞ്ഞ എന്താണ്? മീനിന്റെ വാല്യൂ, അതുപോലെ വേരിയൻസിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതേപോലെ തന്നെ ഇവിടെ ലാംഡയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. ലാംഡ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? n × p എന്നായിരിക്കും. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫോമാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? n × p ആയിരിക്കും. മീൻ എന്തായിരിക്കും ഇവിടെ? മീൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ലാംഡയാണ്. അതേ സാധനം തന്നെയാണ് വേരിയൻസിലും കിട്ടുന്നത്. വേരിയൻസിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? ലാംഡയാണ്. പക്ഷേ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്
വളരെ വളരെ ചെറുതായിരിക്കും. സപ്പോസ് 1/1000 എന്നൊക്കെ ആയിരിക്കും ഇവിടുത്തെ പ്രോബിലിറ്റി വരുന്നത്. ഓക്കെ അല്ലേ? 1/1000 അല്ലെങ്കിൽ 1/10,000 അത്രയും ചെറിയ പ്രോബിലിറ്റിയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അത്രത്തോളം ചെറിയ പ്രോബിലിറ്റി അല്ല നമ്മൾ എവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അനലൈസ് ചെയ്യപ്പെടുന്നത് ഈ റേഞ്ച് ഓഫ് പ്രോബിലിറ്റി ആണ്. 0.6, 0.5, 0.3 അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് ഇത്രയും ചെറിയ പ്രോബിലിറ്റി ആയിരിക്കും അവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത്. എവിടെ? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് നമുക്ക് മീനും വേരിയൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ മോഡ്യൂളിൽ പഠിച്ച അല്ലെങ്കിൽ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ 2 റാൻഡം വേരിയബിൾസ് പി ഓഫ് എക്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ എന്തൊക്കെ കൂടെ പറയും? പി ഓഫ് എക്സ് ആൻഡ് വൈ, പി ഓഫ് എക്സ് കോമ വൈ അല്ലെങ്കിൽ പി ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, 2 ഡയമെൻഷൻ റാൻഡം വേരിയബിൾ. ഈ 2 ഡയമെൻഷൻ റാൻഡം വേരിയബിളിൽ വരുന്ന കുറച്ച് ഡിസ്ട്രിബ്യൂഷന്റെ അഡീഷണൽ ആയിട്ട് പറഞ്ഞ പേരുകൾ കുറച്ചുണ്ട്. അതിലൊന്നാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ തന്നെ വേറൊരെണ്ണുണ്ട് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണുന്നത്? അതായത് പി ഓഫ് എക്സ് ബാർ ഒയ് എന്ന് പറയുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. പി ഓഫ് എക്സ് ബാർ ഒയ് വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് കോമ ഒയ്, ആ പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ പി ഓഫ് ഒയ് എന്നാണ്. പി ഓഫ് എക്സ് ബാർ ഒയ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് കോമ ഒയ് ഡിവൈഡഡ് ബൈ പി ഓഫ് ഒയ് എന്നാണ്. സെയിം രീതിയിൽ തന്നെ നമുക്ക് പി ഓഫ് ഒയ് ബാർ എക്സും കണ്ടുപിടിക്കാം. ഒയ് ബാർ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു അത് എന്ത് തന്നെയാണ്? പി ഓഫ് എക്സ് കോമ ഒയ് ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് എന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ വേറൊരു രീതിയിലാണ് കാണുന്നത്. അത് നമ്മൾ ടേബിളിൽ നിന്ന് വാല്യൂ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ വാല്യൂ കാണുന്നത്. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആകും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു 2 ഡയമെൻഷൻ റാൻഡം വേരിയബിൾ ആവുന്ന സമയത്ത് ടോട്ടൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ സം അതെല്ലാം ഇപ്പോഴും നമ്മളിപ്പോൾ 1 ഡയമെൻഷൻ ആണെങ്കിലും ശരി 2 ഡയമെൻഷൻ ആണെങ്കിലും ശരി രണ്ടിടത്തും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. 2 ഡയമെൻഷൻ റാൻഡം വേരിയബിൾസിന്റെ ഏത് ഡയമെൻഷൻ റാൻഡം വേരിയബിൾ ആണെങ്കിലും അതിന്റെ ഓവറാൾ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിന്റെ പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ബേസിക്കലി കുറച്ച് ഫോർമുലാസ് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. കുറച്ച് ചെറിയ മീനും വേരിയൻസും കണ്ടുപിടിക്കുന്ന കുറച്ച് ഡെറിവേഷൻസ് പാർട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും ഉണ്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അതും എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചുള്ള കൺസെപ്റ്റുകൾ ക്ലിയർ ആവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇതിന്റെ തന്നെ അതായത് ഈ മോഡ്യൂൾ 1 ഈ ഡിസ്ക്രീറ്റ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസിന്റെ വേരിയബിൾസിന്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളും പ്രോബ്ലവും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സോ അതിനകത്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് അനുസരിച്ച് ഏറ്റവും ബ്രീഫായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻ നോക്കാം. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിന്റെ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഈ ചാപ്റ്ററിൽ ഇത് വരുന്നത് തന്നെ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. സോ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് മീൻ ഈസ് 6 ആൻഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു 4 ദെൻ ഫൈൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. മീൻ 6 ആണ്, അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ മീൻ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? NP. അപ്പൊ NP എത്രയാണ്? 6. അപ്പൊ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? NPQ. അതിന്റെ വാല്യൂ എത്രയാണ്? 4. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് NP എത്രയാണ്? 6, NPQ എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? P ഓഫ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം P ഓഫ് എക്സ് എഴുതുക. എന്താണ് P ഓഫ് എക്സ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ P ഓഫ് എക്സ് എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു NCX P റൈസ് ടു എക്സ് Q റൈസ് ടു N മൈനസ് എക്സ്. ശരിയല്ലേ? അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. Q കണ്ടുപിടിക്കാൻ പറ്റും. NPQ ഡിവൈഡഡ് ബൈ NPQ ഡിവൈഡഡ് ബൈ NP വിച്ച് ഇസ് ഈക്വൽ ടു NPQ എത്രയാണ്? 4, NP എത്രയാണ്? 6. ആൻസർ 2/4.
3. കട്ട് ചെയ്യുന്ന സമയത്ത് എൻ പി കട്ടായി പോകും. Q ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. സോ Q 2/3 ആണെങ്കിൽ നമുക്കറിയാം P പ്ലസ് Q എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോ P എത്രയെന്ന് കിട്ടും? P ഈസ് ഈക്വൽ ടു 1 മൈനസ് Q എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 2/3 വിച്ച് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/3. അപ്പോൾ P ആയി, P ആയി, Q ആയി. ഇനി എനിക്ക് എന്താ വേണ്ടത്? N വേണം. അപ്പോൾ NP എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ N ഇൻറ്റു P എത്രയാണ്? 1/3 ഈക്വൽ ടു 6. അപ്പൊ N ഈക്വൽ ടു 6 ഇൻറ്റു 3 എത്രയാണ്? 18. കറക്റ്റ് അല്ലേ? എന്നിട്ട് ഈ ടേംസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 18CX. N 18 ആണ്. P റൈസ് ടു എക്സ്, P എത്രയാണ്? 1/3. സോ 1/3 റൈസ് ടു എക്സ്. Q റൈസ് ടു Q എത്രയാണ്? 2/3. 2/3 റൈസ് ടു N മൈനസ് എക്സ്, ദാറ്റ് ഈസ് 18 മൈനസ് എക്സ്. കറക്റ്റ് അല്ലേ? നൗ ഇനി എന്താ വേണ്ടത്? P ഓഫ് 1, അതായത് എക്സ് ഈക്വൽ ടു 1 വരുന്ന സമയത്തുള്ള വാല്യൂ എന്താണെന്നാണ് വേണ്ടത്. സോ 18C1 1/3 റൈസ് ടു 1 ഇൻറ്റു 2/3 റൈസ് ടു 1 അല്ലേ വേണ്ട? 18 മൈനസ് 1 അതായത് 17. സോ ഇതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ ഇട്ട് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് കിട്ടും. 18C1 എന്ന് പറയുന്നത് NCX ഫോർമുലയുണ്ട്. NCXന്റെ ഫോർമുല എന്തായിരുന്നു? NCX is equal to n factorial divided by x factorial into n minus x factorial. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 18C1 വാല്യൂ. ബാക്കി ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം എന്തായിരുന്നു? ഇവിടെ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മീൻ എത്രയാണെന്ന് പറയുന്നുണ്ട്, വേരിയൻസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given that f of x equal to k divided by 2 raised to x is a probability distribution function that can take values 0, 1, 2, 3, 4. Find the value of k and p of x less than or equal to 2. x ന്റെ വാല്യൂ ഏത് വരെ പോകാം? 0 മുതൽ 4 വരെ പോകാം. അപ്പോ f of 0 മുതൽ f of 0, f of 1 plus f of 2 plus f of 3 plus f of 4. ഓവറോൾ സം എത്രയാണ്? 1 ആണ്. അതായത് മാക്സിമം ഏതുവരെ പോകാൻ പറ്റുക? 0 മുതൽ 4 വരെയാണ് പോകാൻ പറ്റുക. അപ്പൊ 0 മുതൽ 4 വരെയുള്ള എല്ലാ പ്രോബബിലിറ്റീസിന്റെ സം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അത് 1 ആണെന്ന് കിട്ടി. നൗ f of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു എക്സ് ആണ്. ദാറ്റ് ഈസ് k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു എക്സ് ആണ്. അപ്പോൾ k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 0 plus k divided by 2 raised to 1 plus k divided by 2 raised to 2 plus k divided by എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാത്തിൽ നിന്നും k കോമൺ ആയിട്ട് എടുക്കുക. k കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2 raised to 0, 1/2 raised to 0 1 തന്നെയാണ്. സോ 1 plus 1/2 plus 1/2 square 1/4 1/8 then 1/16 which is equal to 1. പിന്നെ എന്ത് ചെയ്യുക? ഇതിനെ ഓവറോൾ സം എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് നമ്മൾ എന്ത് കാണുക? കെയുടെ വാല്യൂ കാണുക. അപ്പൊ ഇവിടെ ആ ഒരു വേരിയബിൾ എന്താണ്? കെ എന്ന് പറയുന്ന വേരിയബിൾ ആണ് തന്നിരിക്കുന്നത്. ആ വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ പ്രോബബിലിറ്റീസിന്റെ സമ്മ് ഈക്വൽ ടു 1 എന്ന രീതിയാണ്. ആ സമ്മ് 1 ആക്കിയതിന് ശേഷം പിന്നെ അതിനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്താണ് ആ രീതിയിലാവുന്നത്. ദെൻ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അത് കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ മീനിങ് എന്താ? ലെസ് ദാനും ആയിരിക്കണം, 2 വരെ വരാം. പി ഓഫ് 0, പി ഓഫ് 1, ദെൻ ആൾസോ പി ഓഫ് 2. പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 അത്രയും കണ്ടുപിടിക്കുക. പി ഓഫ് 0 എന്ന് പറയുന്നത് k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 0, k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 1, k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 2. ഇതിൽ നിന്ന് നമുക്ക് എന്ത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും? കെയുടെ വാല്യൂ കിട്ടും. ആ കെയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 0, k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 1 പ്ലസ് k ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 2. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് കെയുടെ വാല്യൂ കിട്ടും. ആ കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വേറെ ഒരുപാട് കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യേണ്ട കാൽക്കുലേഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി വലിയ കാൽക്കുലേഷൻസ് ഒന്നും നമുക്കിവിടെ ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? സോ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് ദി ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ജോയിന്റ് പ്രോബബിലിറ്റി, ഇതാണ് നമ്മുടെ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഗിവൻ ബൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു
എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 1/27 ഇൻറ്റു 2x പ്ലസ് y. For x equal to 0, 1, 2, y equal to also 0, 1, 2, find marginal distributions of x and y. Marginal distributions and are x and y are independent random variables. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ JPM അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി JPD കണ്ടുപിടിക്കുക. അതായത് ഒരു ടേബിൾ വരച്ച് ടേബിളിനകത്ത് അതിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടേബിൾ വരയ്ക്കുക. എക്സ് ചേഞ്ച് ചെയ്യുന്നതും ഒയ് ചേഞ്ച് ചെയ്യുന്നതും ദിസ് വൺ എക്സ് ആൻഡ് ദിസ് വൺ ഒയ്. ഒയ് ചേഞ്ച് ചെയ്യുന്നത് ഏതോട്ട് ഏതുവരെയാണ്? 0, 1, 2. 0, 1, 2. എക്സ് ചേഞ്ച് ചെയ്യുന്നതോ 0, 1, 2. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എക്സിന്റെ ഒയിലെ വാല്യൂ എടുത്ത് ഈ എഫ് ഓഫ് എക്സ് ഒയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന്റെ വാല്യൂ 0, ഒയിലെ വാല്യൂ 0. സോ അപ്പോഴെന്ത് കിട്ടും? 0. എക്സിന്റെ വാല്യൂ ഇവിടെ 0, ഒയിലെ വാല്യൂ 1. അപ്പോൾ എന്താ വരിക? 1/27. അടുത്ത എക്സിന്റെ വാല്യൂ 0, ഒയിലെ വാല്യൂ 2. സോ 2/27. അടുത്ത എക്സിന്റെ വാല്യൂ 1, ഒയിലെ വാല്യൂ 0. അപ്പൊ 2/27. അടുത്ത എക്സിന്റെ വാല്യൂ 1, ഒയിലെ വാല്യൂ 1. എക്സ് 1 ഇവിടെ 2 ആവും, ഒയ് 1. അപ്പോ 2 + 1 3. 3/27. ഇനി അടുത്ത എക്സിന്റെ വാല്യൂ 1, ഒയിലെ വാല്യൂ 2. ഇവിടെ 2, ഇവിടെയും 2. 2 + 2 4. 4/27. ഇനി അതേപോലെ തന്നെയാണ് എക്സിന്റെ വാല്യൂ അടുത്തത് 2, 0. അതായത് എക്സിന്റെ വാല്യൂ 2, ഒയിലെ വാല്യൂ 0. 2 × 2 4. 4/27. ഇനി അടുത്ത് എന്താ പറയുന്നത്? എക്സിന്റെ വാല്യൂ 2, ഒയിലെ വാല്യൂ 1. 2 × 2 4. 4 + 1 5. 5/27. ഇനി അടുത്തോ എക്സിന്റെ വാല്യൂ 2, ഒയിലെ വാല്യൂ 2. 2 × 2 4. 4 + 2 6. 6/27. ഓക്കെ. സോ ഇത് ഹൊറിസോണ്ടൽ വൈസ് ആഡ് ചെയ്യുക എല്ലാം. അപ്പോൾ എന്ത് കിട്ടും? 3/27. ഇത് ഹൊറിസോണ്ടൽ വൈസ് ആഡ് ചെയ്യുക. 2 + 3 5. 5 + 4 9. 9/27. അതുപോലെ ഇത് ഹൊറിസോണ്ടൽ വൈസ് ആഡ് ചെയ്യുക. 4 + 5 9. 9 + 6 എന്ന് പറയുന്നത് 15/27. ഇനി അതേപോലെ തന്നെ ഇന്ന് വെർട്ടിക്കലി ആഡ് ചെയ്യുക. വെർട്ടിക്കലി ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? 2 + 4 6 ആണ്. സോ 6/27. 8 + 1 9. 9/27. then 6 + 4 10. 10 + 2 12. 12/27. സോ ഇതാണ് എന്ത് പറയുന്നത്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ആർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ, അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഓഫ് എഫ് ഒ ഓഫ് വൈ. അതായത് ഓവറോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ പ്രോബബിലിറ്റീസിന്റെ പ്രോഡക്റ്റിന്റെ ഈക്വൽ ആണെങ്കിൽ, ഇൻഡിവിജ്വൽ മാർജിനൽ പ്രോബബിലിറ്റീസിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പറയേണ്ടി വരും? അത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഓക്കെ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും അതിന്റെ പ്രോബ്ലത്തിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും അത് കാണുക. ക്ലിയർ ആവും. ഒരു ഡൗട്ടും വരാത്ത രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ എല്ലാവർക്കും വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് എക്സാമിനേഷൻസ്. താങ്ക് യു.